ഈടി കണ്ടുകെട്ടിയ അല്ലെങ്കിൽ മരവിപ്പിച്ച 242 അക്കൗണ്ടുകളിലെ 18.36 കോടി രൂപ മരവിപ്പിക്കാനാണ്. ആ പണം ഇനി വിഡ്രാ ചെയ്യാൻ കഴിയില്ല. ഇതിൽ വീണ വിജയൻ്റെ പണവുമുണ്ട്. വളരെ രസകരമാണ്. ഈഡിയെ തല്ലിയപ്പോൾ കിട്ടുന്ന പണി ചെറുതല്ല. ഇവിടെ സാധാരണ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചോ അല്ലെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചോ നടത്തുന്ന അതേ ലാഘവത്തോടു കൂടി ഇഡിയുടെ വാഹനങ്ങൾ തല്ലിപ്പൊളിച്ചപ്പോൾ അതിൽ കേൾക്കുന്നത്, ഇപ്പോൾ പുറത്ത് കേൾക്കുന്നത്, പിണറായി വിജയനും കുടുംബത്തിനും ഒരു പണി കൊടുക്കണമെന്നുള്ള തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ബാക്കി പത്രമായിരുന്നു ഈ തല്ല്. മനഃപൂർവ്വം തല്ലിയാണ്, മുട്ടയെറിയാനും ഒക്കെ നേരത്തെ തയ്യാറാക്കി പോയതാണ്. അങ്ങനെ ചെയ്യുന്നത് പിണറായിയുടെയും മകളുടെയും പേരുള്ള പിണറായിയുടെ കേസായാലും മകളുടെ പേരിലുള്ള എക്സാലോജിക് കേസായാലും ഒന്ന് കടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇഡിയെ ഇങ്ങനെ ആക്രമിച്ചത്, ഇഡിയുടെ സ്റ്റാഫിനെ ആക്രമിച്ചത്, ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. അത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് പോയിരിക്കുന്നത്. ഇഡിയുടെ ഡയറക്ടർ നേരിട്ടാണ് കേരളത്തിലെത്തി ഈ ചർച്ചകളൊക്കെ നടത്തിയിരിക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ വീണ വിജയന് സമൻസ് കൊടുക്കുവാനും ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യുവാനുമുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. വളരെ വലിയ ഒരു സംഘർഷത്തിലേക്ക് ഈ വിഷയങ്ങൾ പോയേക്കാം. എന്തായാലും പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്തപ്പോൾ ഉണ്ടായ അതേ ഒരു സംഘർഷമോ അല്ലെങ്കിൽ അതേ ഒരു പ്രതിഷേധമോ തുടർന്ന് പിന്നെ ഇഡിക്കെതിരെ കണ്ടില്ല എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇഡി ആകട്ടെ ഹൈക്കോടതിയിൽ നിന്ന് ക്ലീൻ ചിറ്റ് മേടിച്ചിരിക്കുകയാണ് ഇത് കണ്ടുപിടിക്കാനായിട്ട്. അതായത് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞ് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ CMRL പോയപ്പോൾ ഡിവിഷൻ ബെഞ്ചും അത് തള്ളുകയും സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും എല്ലാം ഇഡിക്ക് അനുകൂലമായി നിൽക്കുകയും ചെയ്തപ്പോൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ വലിയൊരു പ്രതിസന്ധിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സാലോജി കേസ് തിരിഞ്ഞു കുത്തുകയാണ് വീണ വിജയനെ സംബന്ധിച്ചിടത്തോളം. അവർ വാങ്ങിയിട്ടുള്ള 5 ലക്ഷവും 3 ലക്ഷവും ഇത് 8 ലക്ഷം രൂപ ഓരോ മാസം വച്ച് നിരവധി വർഷങ്ങൾ വാങ്ങിച്ചുകൊണ്ട് 1,86,00,000 രൂപ വാങ്ങിച്ചത് എന്തിന് വാങ്ങിച്ചു എന്ന്, എന്ത് സർവീസ് കൊടുത്തിട്ട് മേടിച്ചു എന്നുള്ളതിന് ഒരു ഡോക്യുമെൻറ്റും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു മെയിലോ ഒരു വാട്സപ്പോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ ഏതെങ്കിലും തരത്തിലൊരു അഡ്വൈസ് കൊടുത്തതായിട്ട് അറിയില്ല. വോക്കൽ അഡ്വൈസാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വോക്കൽ അഡ്വൈസ് കൊടുക്കുന്നതിന് ഒരാളിന് ഒരു മാസം 5 ലക്ഷം രൂപ ഒരു കമ്പനി കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ അത് കമ്പനിയുടെ ഇൻകം ടാക്സുകാരും അതുപോലെ തന്നെ മറ്റ് ടീമുകളും പിടിച്ചിരിക്കുകയാണ്. വളരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് കമ്പനി ഇക്കാര്യത്തിൽ പോകുന്നത്. ഇതിനൊരു പ്രധാന കാരണം 2019 കരിമണൽ ഖനനം പ്രൈവറ്റ് മേഖലയിൽ നിരോധിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവ് കൊണ്ടുവരികയും സംസ്ഥാന ഗവൺമെൻറ്റുകളോട് ഇത് നിരോധിക്കണമെന്ന് പറയുകയും ചെയ്തു. അത് പക്ഷേ സംസ്ഥാനത്ത് ആ ഉത്തരവ് ഫ്രീസ് ചെയ്ത് വയ്ക്കുകയും 2026 വരെ കരിമണൽ ഖനനം നടത്താൻ കർത്താക്കി അനുവാദം കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അങ്ങനെ കൊടുത്ത വകയിലാണ് പിണറായി വിജയൻ പാട്ടിലാക്കുന്നതിന് വേണ്ടി പിണറായി വിജയന് നേരിട്ട് കൈക്കൂലി കൊടുക്കുന്നതിന് പകരം വീണ വിജയന് പ്രതിമാസം ഇങ്ങനെ നിശ്ചിത തുക സർവീസ് കൺസൾട്ടൻസി എന്ന പേരിൽ എക്സാലോജിക് കമ്പനിക്ക് കൊടുക്കുകയും അവരൊരു സർവീസും അങ്ങോട്ട് കൊടുത്തിട്ടുമില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും അപ്പോൾ മനോഹരമാണ്. 3 ലക്ഷം രൂപ കമ്പനിക്കും 5 ലക്ഷം രൂപ വീണ വിജയനും എല്ലാ മാസവും കർത്തയുടെ കമ്പനിയിൽ നിന്ന് പോയിട്ടുണ്ടെന്നാണ് ഇൻകം ടാക്സുകാർ പറയുന്നത്. അപ്പോൾ അത് എന്തിന് പോയി, ആർക്ക് കൊടുത്തു, എന്തിന് കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ രേഖകൾ കമ്പനിയിലുമില്ല, എക്സാലോജിക്കിലുമില്ല. അതുകൊണ്ടാണ് ഈ തുക മരവിപ്പിച്ചിരിക്കുന്നത്. 18.36 കോടി രൂപ കോടതികളിൽ കിടക്കുന്ന 242 അക്കൗണ്ടുകളിൽ ഇതിൽ കുറേ അക്കൗണ്ട് വീണ വിജയൻ്റെയാണ്, മറ്റ് അക്കൗണ്ടുകളുണ്ട്. കാരണം 13 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് നമ്മുടെ ഇഡി. അപ്പോൾ അതുകൊണ്ട് പലരുടെ അക്കൗണ്ടും കാണും. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നേരത്തെ നടത്തിയ റെയ്ഡുകളിൽ വീണ വിജയൻ്റെ ടെലഫോൺ കോൾ, നിക്ഷേപത്തിൻ്റെ റെസിപ്റ്റുകൾ, CMRL ബന്ധപ്പെട്ട മറ്റ് രേഖകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മൊബൈൽ എന്നിവയെല്ലാം ഇഡി പിടിച്ചെടുത്തിരിക്കുകയാണ്. ഈ രേഖകൾ തുടർ നടപടികൾക്കായി സ്ഥിരമായി കൈവശം വയ്ക്കുന്നതിന് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അനുമതിയും ആവശ്യമുണ്ട്. ചുമ്മാ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അഡ്ജുഡിക്കേറ്റീവ് കമ്മിറ്റിയുടെ അനുവാദത്തോടുകൂടെ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ. ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി വീണയുടെ ബാങ്ക് ലോക്കർ പരിശോധിക്കണമെന്നാണ് ഇഡി ആലോചിക്കുന്നത്. ഇതിനുശേഷം വീണയ്ക്ക് ചോദ്യം ചെയ്യലിനായി ഉടൻ സമൻസ് അയക്കും. ഇനി ഡയറക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ഇന്നലെ യോഗത്തിൽ അന്വേഷണം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CMRL സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ തെളിവുകളോടെ പഴുതടച്ചു വേണം ഈ പരിപാടികൾ മുന്നോട്ട് പോകാനെന്ന് ഇഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ചാണ് ഇഡി നീങ്ങുന്നത്. എന്തായാലും സുപ്രീം കോടതിയിൽ ചെന്നാൽ ഇനി എന്ത് സംഭവിക്കുമെന്നറിയില്ല. സുപ്രീം കോടതി കൂടി കൈവിട്ടു പോയാൽ പിന്നെ ഇഡി സർവതന്ത്ര സ്വതന്ത്രമായി അന്വേഷിക്കും. അല്ലെങ്കിൽ തന്നെ ഇഡിയുടെ കയ്യിൽ ഇപ്പോൾ ഒരുപാട് രേഖകൾ കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. എക്സാലോജിക്കുമായി ബന്ധപ്പെടുത്തി കൃത്യമായി വീണ വിജയനെ പൂട്ടാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. പക്ഷേ എങ്കിൽ പൂട്ടുന്നെങ്കിൽ നേരത്തെ പൂട്ടിക്കോ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് പാർട്ടി സഖാക്കൾ കാറടിച്ച് പൊളിച്ചതെന്നുള്ള ഒരു മറുവാദവും CPM-നകത്ത് കിടപ്പുണ്ട്. നമുക്കറിയില്ല എന്താണെന്ന്.
എന്തായാലും ED തുക മരവിപ്പിക്കുന്നതിനായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുപോലെ വീണ വിജയന് സമൻസ് അയക്കാനുള്ള തീരുമാനമായി കഴിഞ്ഞു. കൃത്യമായി വരുന്ന ദിവസങ്ങളിൽ അടുത്ത ആഴ്ച വളരെ നിർണായകമാണ്. വീണ വിജയനെ സംബന്ധിച്ചും പിണറായി വിജയനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചും വളരെ അതിനിർണായകമായ കാലഘട്ടത്തിലൂടെയാണ് കേരള രാഷ്ട്രീയത്തിൽ CPM കടന്നു പോകുന്നത്. നാളെങ്ങുമില്ലാത്ത വിധത്തിൽ കുടുംബ പശ്ചാത്തലത്തിൽ കൂടി കുടുംബത്തിൽ കൂടി കയറിയിട്ടുള്ള പ്രശ്നങ്ങളായി ഈ വിഷയങ്ങൾ മാറുന്നത് പാർട്ടിക്ക് എങ്ങനെ പ്രതിരോധിക്കണം എന്നറിയില്ല. പിണറായി വിജയനെ നമുക്ക് പ്രതിരോധിക്കാം, പിണറായി വിജയനെതിരെയുള്ള കാര്യങ്ങളെ പ്രതിരോധിക്കാം. വീണ വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്യുമ്പോൾ വീണ വിജയൻ കേസിൽ പ്രതിയായാൽ അതെങ്ങനെ പ്രതിരോധിക്കണം, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് എന്ത് കടപ്പാട് എന്നുള്ള ചിന്തയിലാണ് പാർട്ടിയിലെ സാധാ പ്രവർത്തകരുടെ ചിന്ത. അപ്പോൾ എന്തായാലും വളരെ കൃത്യമായ കാര്യങ്ങൾ നടക്കട്ടെ. കൃത്യമാണ് ഇവിടുത്തെ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളും. എന്തായാലും നമുക്ക് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി പോകുക എന്നുള്ളതാണ് വളരെ പ്രധാനം.